ഇപ്പൊ ഈ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ, മാർക്കറ്റിൽ എന്തെല്ലാം ടൈപ്പ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്? ഈ ഒരു ചോദ്യം നമ്മൾ കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ്നിങ്ങിന്റെ ഒരു കാര്യം ഓർമ്മ വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു ഒറ്റ അറസ്റ്റർ നമ്മൾ വെക്കുന്നു, കുറച്ച് സ്പൈക്കുകൾ വരുന്നു. അത് ESC എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ESC എന്ന് പറയുന്ന സിസ്റ്റം 2016 IEC അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം അത് ബാൻ ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. പക്ഷെ ഇപ്പോഴും ഇൻസ്റ്റലേഷൻസ് നടക്കുന്നത് ഇപ്പോൾ റെസിഡൻഷ്യൽ കേട്ടോ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ നമുക്ക് അപ്രൂവൽ വേണ്ടിടത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ അത് ചെയ്യില്ല. പക്ഷെ റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ഇപ്പോഴും ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്ന കമ്പനി അവയർ അല്ലാത്തതുകൊണ്ടാണോ അതോ കസ്റ്റമർ കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ESC എന്ന് പറയുന്ന സിസ്റ്റം ശരിക്കും ഒരു വിർച്വൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിന് വരുന്നുണ്ട്. അതൊന്നും പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല, അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു വിർച്വൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് അവർ മെയിൻ ആയിട്ട് പറയുന്നത്. അത് പ്രൂവൺ അല്ല, അതുകൊണ്ടാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ കൺവെൻഷണൽ ലൈറ്റ്നിങ് എന്ന് പറയും.